ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങളൊരു ദൈവവിശ്വാസി അല്ല, അല്ലെങ്കിൽ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, ദൈവിക പ്രവർത്തികളിൽ വിശ്വാസമില്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ നിങ്ങൾ കാണരുത്. കാരണം ഇത് തികച്ചും ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാനൊരു ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് പേഴ്സണൽ അനുഭവങ്ങൾ ഞാൻ ദൈവത്തോട് പ്രോമിസ് ചെയ്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി കുറേ വർഷങ്ങളായിട്ട് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ നോട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം കാണാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച് ദിസ് വൺ, കൈൻഡ്ലി സ്കിപ്പ് ദിസ് വീഡിയോ. എൻ്റെ പേര് ജാൻസി ബ്രൂണോ. ഞാൻ UK ഒരു രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ കുറേ വർഷങ്ങളായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും പറയാതെ വെച്ചിരുന്ന കുറേയേറെ സാക്ഷ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് എൻ്റെ കൊച്ചു സർക്കിളിൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്നെ അറിയാത്ത ആൾക്കാരിലേക്ക് ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെൻ്റെ ഹൃദയത്തിലൊരു വലിയ ഭാരമാണ്. കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെയും ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവിക നന്മകളെയും മറ്റുള്ളവരോട് പറയാൻ ഞാൻ വൈമുഖ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് മാപ്പ് ചോദിക്കുന്നു അതിനോട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയാനായിട്ടും ഞാൻ പറയുന്ന വാക്കുകളിൽ ഒരാൾക്കെങ്കിലും ആ ദൈവത്തിൻ്റെ അനുഭവവും ഇടപെടലുകളും ഉണ്ടാകാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചോട്ടെ. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ചാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. പക്ഷേ എന്നിരുന്നാലും പ്രാർത്ഥനകളും കാര്യങ്ങളും കാറ്റഗിസവും എല്ലാം ഞാൻ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് കരസ്മാറ്റിക് ധ്യാനം ഡിവൈൻലി ഞാൻ അന്ന് ഫാമിലി ആയിട്ടല്ല, എന്നെ ഒറ്റയ്ക്ക് വിട്ടതാണ്. ധ്യാനം കോർഡിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിൽ പോയി ഞാൻ എൻ്റെ ഏജ് ഗ്രൂപ്പുകാരുടെ കൂട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കരസ്മാറ്റിക് ധ്യാനം അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് 3ാമത്തെ ദിവസം കുമ്പസാരത്തിന് ശേഷമുള്ള ആരാധനയുടെ സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായത്. എനിക്ക് ഒരു പ്രത്യേക അനുഭവം ജീവിതത്തിൽ അന്ന് വരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നു തന്നു. എനിക്ക് ഭാഷാപരത്തിൽ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു കൃപ ദൈവം എനിക്കന്ന് തന്നു. ആ കൃപയും സന്തോഷത്തിലും ഞാനന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി. അന്ന് തൊട്ട് എനിക്ക് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടാണ്. സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സാധനം വേണം എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ലൈഫിൽ ക്രൂഷ്യലായിട്ട് വന്നിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസിലാണ് ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായദായകനാണ്. ദൈവത്താൽ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ കൗൺസിലറും നമ്മുടെ കംഫർട്ടറും നമ്മുടെ ഹീലറും എല്ലാമാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഓരോ ചെറുതും വലുതുമായ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും സ്നേഹത്തിലും അനുഗ്രഹത്തിലും നിന്നെല്ലാം നമ്മൾ നീങ്ങിപ്പോവാണ്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ സ്നേഹത്തോടെ തിരിച്ച് ആ ഒരു സർക്കിളിലും ആ ഒരു ദൈവിക അനുഭവത്തിലും പരിശുദ്ധാത്മാവ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. 7th പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് എൻകൗണ്ടർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിശുദ്ധാത്മാവിനെ അത്രയും ക്ലോസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത് ഞാൻ +1 പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ സുവോളജി ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ജാൻസി, കോളേജിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിൽ ഒരു 15 കോളേജുകളിൽ നിന്നും നമുക്കൊരു എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം നമ്മുടെ കോളേജിൽ നിന്ന് ആരെങ്കിലും റെപ്രസെൻറ്റ് ചെയ്ത് പോകണം. അതിന് പോകാനിരുന്ന ആൾ സുഖമില്ലാതെ കിടക്കുവാണ്. അപ്പം ജാൻസിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ടീച്ചറിനോടുള്ള സ്നേഹം കൊണ്ടും എനിക്ക് നോ പറയാൻ അറിയാത്തൊരു വ്യക്തി ആയതുകൊണ്ടും ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, അതിനെന്നെ ടീച്ചറെ, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ വാക്ക് കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു, ഓക്കെ ജാൻസി, HIV-യും HIV-യുടെ പ്രിവെൻഷനെ കുറിച്ചാണ് ടോപ്പിക്ക്. HIV ആണ്, പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവർ തരുന്നത്. പക്ഷേ ഇറ്റ് വിൽ ബി സംതിങ് HIV-യെ കുറിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ആ സമയത്ത് 2001 അപ്പോൾ ആ സമയത്ത് എനിക്ക് HIV എന്തോന്നും അതിൻ്റെ പ്രിവെൻഷൻ എന്തോന്നും ഒന്നും അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, ലൈബ്രറിയിൽ ബുക്സ് കാണും, ജാൻസി എന്തെങ്കിലും പോയി വായിച്ചോളാൻ പറഞ്ഞു. ഞാൻ പോയി കുറച്ച് ബുക്സൊക്കെ എടുത്തു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്തൊക്കെയൊക്കെയോ വായിച്ചു.
വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഒരു 10-20 മിനിറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അങ്ങനെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, നാളെ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനാണ്. എനിക്കൊന്നും അറിയുകയില്ല. ഞാൻ വായിച്ചതൊന്നും അല്ല നാളെ വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവിനും അറിയാമല്ലോ നാളെ എനിക്ക് എന്താ വരാൻ പോണേന്ന്. അപ്പോൾ അതുകൊണ്ട് എന്നെ സഹായിക്കണം. എന്നെ നാണം കെടുത്തരുത്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. ഒരു 4 മണിയായപ്പോൾ, ഞാൻ സാധാരണ 5 മണി 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്ന ഹോസ്റ്റലിൽ, അന്ന് 4 മണിയായപ്പോൾ എനിക്ക് ഉണർച്ച വീണു. ഉണർച്ച വീഴുമ്പം എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കൊരു പുഷ്. എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം കിടന്ന് ഉറങ്ങുവാണ്. പക്ഷെ ഞങ്ങൾക്ക് സ്റ്റഡി ഹാള് തൊട്ടപ്പുറത്താണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു ഒരു പ്രേരണ പ്രാർത്ഥിക്കാനെന്ന്. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. സ്റ്റഡി ഹാളിൽ ചെന്നു. സ്റ്റഡി ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മുട്ടുകുത്തിയിരിക്കണമെന്ന്. സാധാരണ ബെഡിലിരുന്നോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ പള്ളിയിൽ പോകുമ്പോഴാണ് മുട്ടുകുത്തിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് അന്നേരം അവിടെ ഇരുന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നി. അങ്ങനെ സ്റ്റഡി ഹാളിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് ഞാൻ കൈവിരിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം സ്തുതിപ്പാണ് വന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ച് ഹല്ലേലൂയ യേശുവേ നന്ദിയൊക്കെ പറഞ്ഞ് തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒച്ചത്തിലും ബഹളത്തിലും ഒന്നും അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വെൻറ്റ് ഇൻടു എ ഡിഫറെൻറ്റ്, ഞാനൊരു പ്രത്യേക തലത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചു കുറച്ച് നേരം. എനിക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് നേരം ദൈവത്തെ സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എൻ്റെ കൂട്ടത്തിലുണ്ട്. ഐ ആം ഗോയിങ് ടു ഡു ദിസ്. എനിക്ക് ഉറപ്പായിരുന്നത്. പിന്നെ പേടിയൊന്നുമില്ല. ഞാൻ പോയി. ഒരു 10-15 പേരുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട് ബെഞ്ചിലിരുന്നു. പേന, പേപ്പർ എല്ലാം റെഡിയാണ്. എല്ലാം ഓൾ സെറ്റ്. അവർ ക്വസ്റ്റ്യനും തന്നു. ഞാൻ പേന എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ ക്വസ്റ്റ്യൻ മീൻസ് പേപ്പറിന് ആൻസർ ഷീറ്റിനകത്ത് പെന്ന് വെച്ചതും എനിക്ക് മനസ്സിലേക്ക് ഫസ്റ്റ് ഒരു കോട്ടാണ് വന്നത്. ആ കോട്ട് ഞാൻ തലേന്ന് വായിച്ചതല്ല. എനിക്ക് ആ കോട്ട് മുന്നേ അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അത് എഴുതി. ഫസ്റ്റ് ഞാൻ എഴുതി. ഐ വാസ് റൈറ്റിംഗ്. എനിക്ക് എൻ്റെ കൈ ആരോ പിടിച്ച് എഴുതിയ പോലെ ഞാൻ ആ കോട്ട് എഴുതി. അത് കഴിഞ്ഞ് ഞാനൊരു പാരഗ്രാഫ് HIV-യെക്കുറിച്ച് എഴുതി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ നടുക്ക് വീണ്ടും ഒരു കോട്ട് എവിടുന്നോ എനിക്കൊരു കോട്ട് കിട്ടി. മീൻസ് ഒരു ക്യാപ്ഷൻ പോലെ ഒരു സംഭവം ഞാൻ എഴുതി. അത് കഴിഞ്ഞ് അങ്ങനെ 3 പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് 3 കോട്ട് വെച്ച് അവസാനം ഞാനൊരു കോട്ട് എഴുതി നിർത്തി. സത്യസന്ധമായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ അതിനകത്ത് എന്താ എഴുതിയെന്ന്. ഞാൻ ആ എസ്സേ എഴുതി നിർത്തി. ബട്ട് ആ എസ്സേ എഴുതി തീരുന്നത് വരെ ഐ വാസ് നോട്ട് ഞാനല്ലായിരുന്നു അത് എഴുതുന്നത്. ആരോ എന്നെക്കൊണ്ട് എഴുതിക്കുന്ന പോലെ ഞാൻ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി തീർന്നു. ഞാൻ എഴുതി തീർന്ന എക്സൈറ്റ്മെൻറ്റ് ഒരു കുത്തുവിട്ടു. ഞാൻ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്തു. സന്തോഷമായിട്ട് ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചു പോയി. പിറ്റേ ദിവസം ഉച്ചയോടുകൂടി പ്രിൻസിപ്പൽ സിസ്റ്റർ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ജാൻസി കൺഗ്രാജുലേഷൻ, സോ പ്രൗഡ് ഓഫ് യു. ജാൻസിക്കാണ് ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് പ്രൈസ്. നാളെ വൈകുന്നേരം ഇവിടുത്തെ മേയറിൻ്റെ കയ്യിൽ നിന്ന് ജാൻസിക്ക് സമ്മാനം മേടിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം സിസ്റ്ററിനെ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നു. ഐ കുഡിൻറ്റ് ബിലീവ്. ഞാൻ എഴുതി മീൻസ് പരിശുദ്ധാത്മാവ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഫസ്റ്റ് പ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ നേരം അന്ന് വൈകുന്നേരം ഞാൻ ഇരുന്ന് ആലോചിച്ചു, പരിശുദ്ധാത്മാവെ എന്ത് മാജിക്കാണ് പരിശുദ്ധാത്മാവെ കാണിച്ചത്. ഐ വാസ് അന്നൊരു എന്താ പറയേണ്ടത്, പ്രായത്തിൻ്റേത് എല്ലാ ഇന്നസെൻസി, എല്ലാ നിഷ്കളങ്കതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനന്ന് ഞങ്ങളൊരു കൂട്ടുകാരെ പോലുള്ളൊരു കോൺവെർസേഷനായിരുന്നു പരിശുദ്ധാത്മാവും ഞാനും തമ്മിൽ. ഒത്തിരി സന്തോഷത്തോടു കൂടി നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ ഉറങ്ങി. അതെൻ്റെ ജീവിതത്തിലെ 2ാമത്തെ അനുഭവം. അതൊക്കെ കഴിഞ്ഞ് പ്രായം കുറച്ചുകൂടെ മേളിലോട്ടൊക്കെ പോയി. പിന്നെ എൻ്റെ 3ാമത്തെ എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നഴ്സിങ്ങിന് 3rd ഇയർ പഠിക്കുന്നു. 3rd ഇയർ പഠിക്കുമ്പോൾ നമ്മുടെ എക്സാമിന് ഞാൻ പിന്നെ ഒരാഴ്ച ബാലൻസ് ഉള്ള സമയത്ത്, എൻ്റെ എപ്പോഴും ഉള്ളൊരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നെയാണ് ഞാൻ എൻ്റെ ശരിക്കുമുള്ള പഠിത്തം തുടങ്ങുന്നത്. അതിന് മുമ്പേ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചാലും ശരിക്കുമുള്ള പഠിത്തം തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ ആ ഒരാഴ്ചയായിരിക്കും എൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെടലി ഫുള്ള് ഉളുക്കിയിട്ട് ഭയങ്കരമായ വേദന. ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തിയായിട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തു. രാവിലെ ഇഞ്ചക്ഷൻ എടുത്തു, ഉച്ചയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തു, വൈകുന്നേരം എടുത്തു. പെയിൻ കുറയുന്നില്ല. അങ്ങനെ ഒരു 3 ദിവസം 3 നേരം വെച്ച് ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ലാതെ ആദ്യത്തെ 3 ദിവസം പോയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ബെഡിൽ കിടന്നിട്ടും വേദന മാറാത്തതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ 2-3 ഫ്രണ്ട്സ് നമ്മുടെ ചുറ്റിനുമൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനൊക്കെ വരുമ്പോഴാണെങ്കിലും എനിക്ക് വേദന ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പരീക്ഷയുടെ അന്ന് രാവിലെ ആയപ്പോഴത്തേന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമം വരാൻ തുടങ്ങി. കാരണം ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്ത പോലെ, ഞാൻ തോറ്റു പോകുമെന്നുള്ളൊരു ഭയം
എന്നെ വല്ലാണ്ട് പേടിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ആരും ഇല്ലാത്ത ഒരു കോർണറിൽ പോയിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഇത്രത്തോളം എന്നെ നടത്തിയത് പരിശുദ്ധാത്മാവാണ്. ഞാൻ കുറേ നാളായി ഞാൻ എന്തെങ്കിലും ചോദിച്ച് ബുദ്ധിമുട്ട്. പക്ഷേ അറിയാലോ, എനിക്ക് പഠിക്കാൻ പറ്റാതെ പോയത് എനിക്ക് വയ്യാഞ്ഞത് കൊണ്ടാണ്. അപ്പം എന്നെ സഹായിക്കണം. എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട്. എന്നെ സഹായിക്കണം പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രിൻസിപ്പൽ സിസ്റ്ററിൻ്റെ അടുത്ത് റൂമിൽ പോയി. പ്രിൻസിപ്പൽ സിസ്റ്ററിൻ്റെ ഓഫീസിൽ ചെന്നപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു അവസ്ഥയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പ്രാർത്ഥിച്ചിട്ട് റോമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാശ് രൂപം എൻ്റെ കഴുത്തിലിട്ട് തന്നിട്ട് പറഞ്ഞു, ജാൻസി എക്സാം ഉറപ്പായിട്ടും ജയിക്കും, ഒരു പ്രശ്നവുമില്ല, സമാധാനമായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഹോളി കയറാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ എല്ലാവരും ഭയങ്കര, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര പഠിത്തം. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സിൽജാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവളെ നന്ദിയോടെ ഓർക്കുന്നു. അവളെൻ്റെ തൊട്ടടുത്ത് നിൽക്കണം. അപ്പോൾ അവൾ 2 പുസ്തകം വെച്ച് പഠിക്കണം. ഒരു പുസ്തകത്തിലോട്ട് നോക്കുന്നു, അടുത്ത പുസ്തകത്തിലോട്ട് നോക്കുന്നു. അവസാനം അവളുടെ കൈ കഴിഞ്ഞപ്പോൾ അവൾ ആ ടെക്സ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇനി നീ വായിച്ചോളാൻ പറഞ്ഞു. ഹോളി കയറാൻ എന്തായാലും 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അവൾ തുറന്ന് തന്ന പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്സേയുടെ ഒരു പേജായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റ്. ആ ഒരു പേജാണ് തുറന്നു തന്നത്. അതിന് 15 പോയിന്റ് ഉണ്ട്. 1 തൊട്ട് 15 വരെ 15 പോയിന്റ് ഒരു പേജിനകത്ത്. അപ്പോൾ ഞാൻ ആ 10 മിനിറ്റിനകത്ത് നിങ്ങൾക്കറിയാം എനിക്ക് എത്രമാത്രം അത് വായിക്കാൻ പറ്റുന്നു. പക്ഷെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും ഹോളി കയറാൻ പറഞ്ഞു. അത്രയും സിവിയർ പെയിനായിട്ടാണ് ഹോളി കയറുന്നത്. ഹോളി ചെന്നു, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറും പേനയും മീൻസ് പേപ്പറും എല്ലാം എൻ്റെ ഇതിൽ പോയി. ഞാൻ കണ്ണടച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്കൊന്നും അറിയത്തില്ല, എന്നെ പരിശുദ്ധാത്മാവ് ജയിപ്പിച്ചാലും പരിശുദ്ധാത്മാവ് എഴുതിച്ചാലും മാത്രമേ ഞാൻ ജയിക്കത്തുള്ളൂ. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൈ തരുക, എന്നെ കാത്തോണം. കൂട്ടുകാരെ, എന്നെ കേൾക്കുന്നവർ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും ദിവസം അത്രയും സിവിയർ പെയിനായിട്ട് കിടന്ന എൻ്റെ നെക്കിൽ എവിടുന്നോ ഒരു ശക്തി വന്ന് എൻ്റെ പെയിൻ ആ സമയം ഞാൻ ഫീൽ ചെയ്യുന്നില്ല പെയിൻ. ഓക്കെ, അങ്ങനൊരു അവസ്ഥ എന്ന് ഞാൻ പറയാം. എനിക്ക് ആ വേദന മൊത്തം മാറി ഞാൻ അവിടെ ഭയങ്കര ഇതാന്നല്ല പറയുന്നത്, പക്ഷേ എനിക്ക് ആ സിവിയറിറ്റി, ആ പെയിൻ്റെ സിവിയറിറ്റി എനിക്ക് മാറി. ആൻഡ് പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് എൻ്റെ ഫോക്കസ്. ഞാൻ തെറ്റാറണമെന്നും നോക്കിയില്ല. എനിക്കറിയാവുന്ന നമ്പേഴ്സ് മീൻസ് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ നമ്പർ എഴുതിയിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് വന്നേക്കുന്നത് ഒരു എസ്സേയാണ്. അത് 10 മാർക്കിൻ്റെ ഒരു എസ്സേയാണ്. അത് എക്സ്റ്റേണൽ എക്സാമിനറാണ് കൂട്ടത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല. ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 10 കമാൻഡ്മെൻറ്റ്സ്. അപ്പോൾ 10 കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ 10 കൽപ്പന. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല. കാരണം നഴ്സിംഗിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ പഠിച്ച ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എക്സാമിനർ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പേടിയായതുകൊണ്ട് ആർക്കും ഒന്നും ചോദിക്കാനും മിണ്ടാനും ഒന്നും പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അറിയത്തില്ല. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും സമയം പോകണം. ജയിക്കുന്ന തോക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയാണ്, ഞാൻ ഹോളി കയറുന്നതിന് മുന്നേ വായിച്ച എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റ് ഇവിടെ എഴുതി വെക്കാനാണ്. എൻ്റെ മനസ്സിൽ നിന്ന് പ്രേരണ വരുവാണ്. സോ ഞാൻ പിന്നെ ഡൗട്ട് അടിയൊന്നുമില്ല. നമ്പർ ഇട്ടു, ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടു. പോയിൻറ്റ്സ് 15 ഞാൻ പറഞ്ഞ പോലെ 15 പോയിൻ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ 1 നമ്പർ ഇട്ടിട്ട് ഞാൻ എഴുതി തുടങ്ങിയത് ഞാൻ 15 നമ്പറിലിട്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് എൻ്റെ പേന സ്റ്റോപ്പ് ചെയ്തത്. ആ 10 മിനിറ്റത്തിൽ റീഡിങ്ങിൽ അത്രയും എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം, ഞാൻ അത്രയും മാസ്റ്റർ മൈൻഡ് ഉള്ളൊരു വ്യക്തി എന്നല്ല, ജസ്റ്റ് എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പം ആ 10 മിനിറ്റിൽ ഞാൻ ആ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റ് എഴുതണമെന്നുള്ളത് നിർബന്ധമല്ല. അതുമാത്രമല്ല, ഇതാണോ അതിൻ്റെ ഉത്തരവെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ആ ഹോളി കയറിയ സമയത്ത് കണ്ടത് സംഭവം ഞാനിവിടെ എഴുതി വെച്ചു. കാരണം എനിക്കതിൻ്റെ പ്രേരണ കിട്ടി, ഞാനത് എഴുതി. ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ എൻ്റെ പേപ്പർ ടീച്ചറിന് കൊടുത്തിട്ട് ഞാനാണ് ഫസ്റ്റ് ഹോളിൽ നിന്ന് ഇറങ്ങുന്നത്. ഹോളിൽ നിന്ന് ഇറങ്ങി 2 സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പേ എനിക്ക് ആ വേദന തിരിച്ചു വന്ന പോലെ തോന്നി. സോ ഞാൻ നേരെ ഹോസ്റ്റലിലോട്ട് ഓടി അവിടെ പോയി കിടന്നു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പിള്ളേർ താഴെ വിളിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, എല്ലാവരും പ്രിൻസിപ്പൽ സിസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചെന്ന് ഹോളിലിരുന്നു. എല്ലാവരുടെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. എന്നിട്ട് എസ്സേ എത്ര പേര് എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ ആരും മിണ്ടുന്നില്ല, എല്ലാവരും തല ഉരിഞ്ഞിരിക്കുക. കാരണം ആർക്കും അറിയത്തില്ല അത് എന്തായിരുന്നു അതിൻ്റെ ഉത്തരവെന്ന്. അപ്പം എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു കൊച്ചു മാത്രം കൈ പൊക്കി. അപ്പം അവളോട് ചോദിച്ചു, എന്താ എഴുതിയെന്ന് ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞു, 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് വാർഡ് മാനേജ്മെൻ്റ് അന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന്
അവൾ പറഞ്ഞു. അവൾ കുറേ ബുക്കുകൾ റെഫർ ചെയ്യുന്ന ആളായതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അത്രയും നേരം ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവേ, അപ്പം ഞാൻ എഴുതിയ ആൻസർ ശരിയായിരുന്നോ? സീ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഹോളിൽ കയറുന്നതിന് മുമ്പേ 10 മിനിറ്റ് മുമ്പേ അവൾ ആ പുസ്തകം തുറന്ന് എൻ്റെ കയ്യിൽ തരിക. ഞാനത് വായിക്കുക. എനിക്ക് ഉത്തരം അറിഞ്ഞൂടായെങ്കിലും അത് എഴുതാനുള്ള എനിക്ക് പ്രേരണ തന്നു. സോ എഗെയിൻ എൻ്റെ ലൈഫിൽ അത് മാജിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അന്നും പരിശുദ്ധാത്മാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. ആ പരീക്ഷ ഞാൻ എനിക്ക് വളരെ നല്ല മാർക്കോട് കൂടി തന്നെ ഞാൻ ആ പരീക്ഷ പാസ്സായി. സോ എഗെയിൻ അത് എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന രണ്ടാമത്തെ ഞാൻ അനുഭവിച്ച വളരെ അടുത്തറിഞ്ഞ ഒരു കൃപയായിരുന്നു. പിന്നെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ഞാൻ വിശ്വസ്തയല്ലായിരുന്നെങ്കിലും എന്നോടെന്നും വിശ്വസ്തത പാലിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും എന്താ പറയുക, ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയെങ്കിലും പരിശുദ്ധാത്മാവ് എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സഹായദായകനായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ക്രൂഷ്യൽ ആയിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ പിന്നെ എൻകൗണ്ടർ ചെയ്യുന്നത് ഞാൻ 2019 ഞാൻ ഇങ്ങോട്ട് വരാനുള്ള, നമുക്ക് നഴ്സുമാർക്കറിയാം, നമുക്ക് ഇവിടോട്ട് വരാൻ OET എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച് സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച് വളർന്നു വന്ന ആളാണ്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം പുറത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10-20 വർഷത്തോളമായി. അപ്പം ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളികൾ പോലും ഇല്ല, ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് കയറി വരുന്നത്. അതല്ലാണ്ട് നമുക്ക് മലയാളം മറന്നുപോയത് കൊണ്ടൊന്നും അല്ല, നമ്മൾ എല്ലാ ദിവസവും കൂടുതലും സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു സമയത്ത് 2019 ഞാൻ അബുദാബിയിലായിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഇല്ലെങ്കിലും എനിക്ക് ഒരു എസ്സേ എഴുതാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. കാരണം ഞാൻ എഴുതിയത് ശരിയാണോ, തെറ്റിപ്പോയോ, ഗ്രാമർ ശരിയാണോ, അങ്ങനെ ഇതിനെക്കുറിച്ച്, ഈ എക്സാമിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, നമുക്ക് കിട്ടുന്നൊരു ടൈമുണ്ട്. ആ ടൈമിനകത്ത് തന്നെ നമ്മൾ ഇതൊക്കെ എഴുതി തീർക്കണം. അപ്പം എനിക്ക് ഇളയ കുഞ്ഞാൾ തീരെ ചെറുതായിരുന്നു. ആ സമയം നമുക്ക് സപ്പോർട്ടില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടിലായിരുന്ന സമയത്തായിരുന്നു ഈ ഒരു പരീക്ഷ വന്നത്. എഗെയിൻ പരീക്ഷയുടെ സമയമായപ്പം പഴയ എന്താ പറയണ്ടത്, നമ്മൾ നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നപ്പം വന്ന ആ പെടലി വേദന എനിക്ക് ഈ 2 ദിവസം മുന്നേ, ഈ പരീക്ഷയുടെ 2 ദിവസം മുന്നേയും ഇതേപോലെ അവസ്ഥയിൽ എനിക്ക് വന്നു. എഗെയിൻ റൈറ്റിങ്, ബാക്കിയെല്ലാം എനിക്ക് മാനേജബിളാണ്. പക്ഷേ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഒരു മൊഡ്യൂളുണ്ട് നമുക്ക് OETക്കകത്ത്. ആ റൈറ്റിങ്ങിലായിരുന്നു എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തത്. നല്ല വേദന, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എനിക്ക് വേറെ ആരും ഇല്ല വിളിക്കാനായിട്ട്. ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാവണം. സുഹൃത്തുക്കളെ എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. പിറ്റേ ദിവസം ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പം അതേപോലെ തന്നെ ഞാൻ പരീക്ഷാ ഹാളിൽ കയറിയപ്പം എല്ലാം എനിക്ക് അനുകൂല സാഹചര്യങ്ങൾ, എക്സാമിനേഴ്സ് ആണെങ്കിലും ശരി, ഞാൻ എന്താ നിങ്ങളോട് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ വേദനകളും ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ എൻ്റെ 4 മൊഡ്യൂൾസ് വന്നു തന്നെയായിരുന്നു. എൻ്റെ എക്സാമിനർ ലേറ്റായി. എൻ്റെ റൈറ്റിംഗ് ഞാൻ എഴുതി കഴിഞ്ഞു. സ്പീക്കിങ്ങിൻ്റെ എക്സാമിനർ ലേറ്റായിട്ടാണ് വരുന്നത്. എന്നിട്ട് ലേറ്റായിട്ട് വന്നിട്ട് പുള്ളിക്കാരത്തിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത പോലെയായിരുന്നു അവസാനം ആ സ്പീക്കിംഗ് സെഷൻ നടന്നത്. ഞാൻ പുള്ളിക്കാരി ലേറ്റായി പോയതിൻ്റെ ടെൻഷനും പേടിയിലും ഒക്കെയാണ് പുള്ളിക്കാരി വന്ന് എക്സാമിനറായിട്ട് ഇരുന്നത്. അപ്പം ഞാൻ പറയുന്നു, നീ പേടിക്കണ്ട, നീ സമാധാനമായിട്ടിരിക്കുക, നീ ശാന്തമാകുക, ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. സോ അവളും ഞാനും കൂടെ ഒരു ഫ്രണ്ട്സായ ഒരു സംസാര രീതിയാണ്, ഒരു എക്സാമിനറിൻ്റെ ഒരു സംഭവമൊന്നുമല്ല. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ദൈവം, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഒരുക്കിയ വഴികൾ അമേസിങ്. എൻ്റെ ലൈഫിൽ സഹനങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എഗെയിൻ എൻ്റെ ലൈഫിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത സാഹചര്യങ്ങളെയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ എഗെയിൻ ആ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഞാൻ വളരെ പീസ്ഫുള്ളായിട്ട്, അതാണ് എനിക്ക് പിന്നെ ടെൻഷനില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ പിന്നെ ടെൻഷനില്ല. പിന്നെ ഒരു 1.5 മാസം എടുത്ത് റിസൾട്ട് വരാനായിട്ട്. ആ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച് സാധാരണ ഒരു പെൺകൊച്ചായ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന സ്കോർ എന്ന് പറഞ്ഞാൽ എല്ലാം B ആണ്. B എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിക്വയർഡ് ആയിട്ടുള്ളൊരു സ്കോറാണ്. ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും പോകാനായിട്ട്, യൂറോപ്യൻ കൺട്രീസിലും US-ലും ഓസ്ട്രേലിയയിലും ഒക്കെ പോകാൻ നമുക്ക് കിട്ടുന്ന ഒരു നല്ല സ്കോറാണ് B എന്ന് പറയുന്നത്. ആ സ്കോറ് ദൈവം
പരിശുദ്ധാത്മാവ് വഴിയായി എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അത് എൻ്റെ വേറൊരു അനുഭവം. പിന്നെ ഞാൻ ഈ രാജ്യത്ത് ഇപ്പോൾ UK-യിലായിട്ട് 5 വർഷമായി ഞാനിവിടെ വന്നിട്ട്. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നമാണ്. കാരണം നമ്മൾ എത്ര വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതത്തിൽ വന്നു. അബുദാബിയിൽ 13 കൊല്ലം ഉണ്ടായിരുന്നു. 13 കൊല്ലം വാടക എല്ലാം കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാലറിയുടെ, നമുക്ക് കിട്ടുന്ന, കഷ്ടപ്പെട്ട് കിട്ടുന്ന ജോലിക്ക് വിട്ട് കിട്ടുന്ന സാലറിയുടെ നല്ലൊരു ഭാഗം റെൻ്റായി തന്നെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ വലിയൊരു മോഹമായിരുന്നു, ഒരു ബെഡ്റൂം ദൈവം ഒരു കൊച്ചു ഭവനം നമുക്ക് ഒരുക്കി തരണമെന്ന്. അങ്ങനെ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജെല്ലാം നമ്മൾ കഴിഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു വീട് വാങ്ങാനുള്ള ഒരു 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 കൃപ ദൈവം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ച് തന്നത്. അപ്പം അതിന് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഇഷ്ടപ്പെട്ട ഒരു വീട് നമ്മൾ നോക്കി, അത് ഇവിടുത്തെ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുറേ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം അതെല്ലാം ഒരു 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 അതിൻ്റെ എല്ലാം ഒരു കംപ്ലീഷൻ ആവുന്ന സമയമാകുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ വന്നില്ല. ഓക്കെ, അതിനൊരു 65 ലക്ഷം. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടുത്തെ വീടുകൾ. ഇവിടുത്തെ ഒരു ചെറിയ വീടിന് പോകണമെങ്കിലും ഇവിടെ എല്ലാം കോടികളുടെ കണക്കുകളാണ്. ചെറിയ വീടാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു സാധാരണ ഒരു ആവറേജ് ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഒരു 2,80,00,000 രൂപയൊക്കെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അത് സർപ്രൈസ്ഡ് ആവേണ്ട, അത് ഇവിടുത്തെ ഒരു നോർമൽ കാര്യമാണ്. അതിനനുസരിച്ചാണ് ബാങ്ക് നമുക്ക് ലോണും കാര്യങ്ങളും ഒക്കെ തരുന്നത്. നമ്മളൊരു 70-75 വയസ്സ് വരെ നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡിമാൻഡ് കേട്ടോ. അത് വേറെ സ്റ്റോറി. അപ്പം നമുക്ക് ബാങ്ക് തരുന്നതും നമ്മുടെ ഡെപ്പോസിറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്കൊരു 65 ലക്ഷം രൂപയുടെ കുറവ് അവസാനം വന്നു. അപ്പം എഗെയിൻ നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? എനിക്ക് ആ സമയത്ത് വേറൊരു എക്സ്ട്രാ കടം നമുക്ക് വേണമെന്ന് താല്പര്യമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്കൊരു വീട് വേണം എന്നെനിക്ക് താല്പര്യമുണ്ട്. സോ എഗെയിൻ ഞാൻ 2-3 ദിവസങ്ങളിൽ ഞാൻ ഇവരെല്ലാവരും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ദൈവവുമായിട്ടിരുന്നൊരു സംസാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, പരിശുദ്ധാത്മാവെ, എനിക്ക് ഇത് കൂടിയേ തീരത്തുള്ളൂ. എനിക്കിനി വേറൊരു വീട്, ഇപ്പോൾ നമ്മൾ ഓരോന്നിനും പോകുമ്പോൾ ഇതേപോലെ പ്രോസസ്സാണ് 4-4.5 മാസം. അപ്പോൾ ഇനി വേറൊരു വീടിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിങ്ങിലോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ആ 65 ലക്ഷം രൂപ എങ്ങനെയൊന്നും കുറയ്ക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്കത് കുറച്ച് തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നൊരു നമ്പർ എന്ന് പറഞ്ഞാൽ 45 ഇങ്ങനൊരു നമ്പറാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ, നമുക്കിവിടെ ഒരു ഏജൻ്റ് ഉണ്ട്, നമ്മുടെ ഇടയ്ക്ക് നിന്ന് നമ്മളെ കച്ചവടമാക്കി തരുന്ന ഏജൻ്റ് ഉണ്ട്. പിറ്റേ ദിവസം ഞാൻ രാവിലെ അവർക്കൊരു ഇമെയിൽ അയച്ചു. ഞാൻ പറയും, എനിക്ക് വീടൊക്കെ ഭയങ്കര ഇഷ്ടമായി, പക്ഷേ എനിക്കൊരു ബഡ്ജറ്റ് ഇപ്പോൾ ശരിയായിട്ടില്ല. അതുകൊണ്ട് എനിക്കിതിനകത്തൊരു 45,000 പൗണ്ട് കുറച്ച് തരണമെന്നും പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അത്രയും ഒരു എമൗണ്ട് ഒന്നും, നെഗോസിയേഷനൊക്കെ നമുക്ക് നടത്താം, പക്ഷേ അത്ര ഒരു ഹ്യൂജ് നെഗോസിയേഷനൊന്നും ഇവിടെ നടക്കത്തില്ല. ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് നിന്നും നമ്മുടെ മോർഗേജ് അഡ്വൈസറും നമ്മുടെ സോളിസിറ്റേഴ്സും ഒക്കെ നമ്മളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ലക്കി, അത്രയൊന്നും കുറച്ച് കിട്ടത്തില്ലെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞ ഇൻഫർമേഷൻ. എനിവേ, ഞാൻ അവർക്ക് ഇമെയിൽ അയച്ചു. എനിക്ക് ഇമെയിലിന് റിപ്ലൈ വന്നു, പറഞ്ഞു പറ്റത്തില്ല, അത് അത്രയും അവർക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല, അവർ പറഞ്ഞ എമൗണ്ട് തന്നെ ആണെന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ റിപ്ലൈ ചെയ്തു, എനിക്ക് വീട് ഇഷ്ടമാണ്, പക്ഷേ ദിസ് ഈസ് മൈ സിറ്റുവേഷൻ, നിങ്ങൾ എനിക്ക് കുറച്ച് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ 3 ഇമെയിൽ ഞാൻ അയച്ചു. പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. വിശ്വാസത്തോടു കൂടി തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് 3ാമത്തെ ഇമെയിൽ ഞാൻ അയച്ചത്. അങ്ങനെ 3ാമത്തെ ഇമെയിലിന്, അതായത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്നൊരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാമിലി എഗ്രി ചെയ്തു, ഓക്കെയാണ്, നിങ്ങൾക്ക് പറഞ്ഞ എമൗണ്ട് കുറച്ച് തരാമെന്ന്. സാധ്യമല്ലാത്ത കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ആ ദൈവം നമുക്ക് വാഗ്ദത്തമായി തന്ന നമ്മുടെ പരിശുദ്ധാത്മാവ് എൻ്റെ ആ ആഗ്രഹവും സാധിച്ചു തന്നു. ഞാൻ അപേക്ഷിച്ചതൊന്നും, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ ദിവസവും ചെന്നുകൊണ്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്നല്ല. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ക്രൂഷ്യൽ കാലഘട്ടങ്ങളിൽ ഞാൻ എപ്പം പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് എനിക്ക് സമീപസ്ഥനായിരുന്നു. എൻ്റെ ജീവിതത്തിലുടനീളവും ഇപ്പോഴും എന്തെങ്കിലും
പ്രയാസം വന്ന് അതിൻ്റെ ബോട്ടം ബിറ്റിൽ എത്തുമ്പോഴത്തേന് ഞാൻ പറയും പരിശുദ്ധാത്മാവേ, കാരണം നമ്മളിവിടെയൊക്കെ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫുകളും സമയങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ നാട്ടിലൊക്കെ നിന്ന് അവർ ഗൾഫിലല്ലേ, അവർ യൂറോപ്പിലല്ലേ, അവർ അമേരിക്കയിലല്ലേ, അവർക്കൊക്കെ എന്താണ്? അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ എവിടെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ശക്തി ചോർന്നു പോകുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ശക്തിയുള്ളൊരു ദൈവം ഉണ്ടെന്ന് നമ്മളെ വെളിപ്പെടുത്തും. ആ ശക്തിയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഒരു വെളിപ്പുറത്ത്, നമ്മുടെ ഒരു വിളിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആ ഹൃദയം തുറന്നിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ് നമുക്കുള്ളത്. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരുപാട് കുറവുകളുള്ള വ്യക്തിയാണ്. പലപ്പോഴും ഞാൻ നന്ദിയില്ലാത്തവളാണ്. പെട്ടെന്ന് ഞാനിത് പറയേണ്ട കാര്യങ്ങളാണ് പബ്ലിക്കലി, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കെല്ലാം നേടുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിനെ മറക്കും. പക്ഷേ ദൈവം നമ്മളെ ഒരിക്കലും മറക്കത്തില്ല, വിശ്വസ്തനാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ഇത് എൻ്റെ ഭൗതിക നന്മകളെ മാത്രം എലവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു സമയങ്ങളിൽ ഞാൻ തൊട്ടറിഞ്ഞ ആ ഒരു പരിശുദ്ധാത്മാവിനെ ആർക്കെങ്കിലും ഞാൻ ഈ ഒരു ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ, ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അറിയാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാനും അത് സഹായമാവുമെങ്കിൽ എൻ്റെ ഈ സാക്ഷ്യം ദൈവം അതിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ഇത്രയും നേരം ക്ഷമാപൂർവ്വം നിങ്ങൾ കേട്ടതിന് ദൈവനാമത്തിൽ നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും, നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്കൊരു ദൈവമുണ്ട്. നമ്മുടെ വേദനകളിൽ നമ്മളെ വിളിച്ചാൽ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം നമുക്ക് വാഗ്ദാനമായി തന്ന നമ്മുടെ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ ഹൃദയം തുറന്നൊന്ന് വിളിച്ചാൽ ആ വെളിപ്പുറത്ത് അവിടെ നിൽപ്പുണ്ട്. പരിശുദ്ധ ആത്മാവെന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധിയുടെ ഒരു ആത്മാവാണ്. നിഷ്കളങ്കതയുടെ, നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള കുറവുകളും അതെല്ലാം നമ്മളൊന്ന് ഏറ്റുപറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞത്, ആ ഒരു ദൈവിക ശക്തിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് സ്വാഗതം ചെയ്തിട്ട് നമ്മുടെ ആ വേദനകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യ നേരത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പം എഗെയിൻ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് നന്ദി.